മാസപ്പടി കേസിൽ വീണയെ വിശദമായി ചോദ്യം ചെയ്യാൻ ചോദ്യാവലി തയ്യാറാക്കി ഇഡി. CMRLൽ നിന്ന് ലഭിച്ച 2.78 കോടി വിനിയോഗിച്ചതിൽ വ്യക്തത തേടും. CMRLന്റെ സഹോദര സ്ഥാപനത്തിൽ നിന്നും 50 ലക്ഷം രൂപ വായ്പ നേടിയതിലും ചോദ്യം ചെയ്യൽ ഉണ്ടാകും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ കണ്ടുകെട്ടൽ നടപടിക്ക് സാധ്യതയുണ്ട്. കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച 134 രേഖകൾ വേഗത്തിൽ ആവശ്യപ്പെട്ട് SFIOയ്ക്ക് ഇഡി കത്ത് നൽകി. CMRL മാസപ്പടി കേസിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഇഡി സമഗ്രമായൊരു തയ്യാറെടുപ്പോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. വിശദമായ ചോദ്യാവലി അടക്കം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ യോഗം ചേർന്ന് തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ ദിവസങ്ങളിലും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് SFIOയുടെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ വിശദാംശങ്ങളടക്കം ഇതിനകം തന്നെ ഇഡി ശേഖരിക്കാനുള്ളൊരു നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ നാളുകളായിട്ട് ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലായിട്ട് CMRL ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇതിൻ്റെ മൊഴികളുടെ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യാവലിയുമായുള്ള മുന്നോട്ടുള്ള ഒരു പോക്ക്. പ്രത്യേകിച്ച് ഇതിൽ അനധികൃതമായി കൈപ്പറ്റിയെന്ന് അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ഇഡി പറയുന്നൊരിടം 2.78 കോടി രൂപ ഈ വീണ വിജയൻ്റെ എക്സാലോജിക്കിനെ കൈമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ, ഇത് എങ്ങനെയാണ് വന്നത്, ഏത് സേവനങ്ങൾ നൽകി എന്നതിനപ്പുറം തന്നെ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള വസ്തുവകൾ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്നതടക്കം ഇഡി പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ആവശ്യപ്പെടും. കാരണം ഒരു കള്ളപ്പണ ഇടപാട് എന്ന രീതിയിൽ ഈ കേസിനെ കാണുമ്പോൾ ഈ വസ്തു ഉപയോഗിച്ച് ആർജിച്ചിട്ടുള്ള സ്ഥാപനമായ വസ്തുക്കൾ, ഇത് കണ്ടുകെട്ടൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനും ഇഡിയുടെ അന്വേഷണത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതിനെല്ലാം തന്നെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കൂടി വീണ വിജയനിൽ നിന്ന് ആവശ്യപ്പെടാം. ഒപ്പം CMRLൻ്റെ ഉപകമ്പനിയിൽ നിന്ന് വീണ വിജയൻ 50 ലക്ഷത്തോളം രൂപയുടെ ഒരു വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനായിരുന്നു, എങ്ങനെയാണ്, നേരത്തെ തന്നെ ഇതിൽ നിന്ന് വായ്പ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായും അത് തിരിച്ച് നൽകിയിട്ടില്ല. അങ്ങനെയിരിക്കെ പുതിയ ഒരു വായ്പ അനുവദിക്കുന്നു. അങ്ങനെ വലിയൊരു തുക 50 ലക്ഷത്തോളം രൂപ ഈ ഇനത്തിൽ കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള നീക്കം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളുള്ളൊരു വിശദാംശങ്ങളായിരുന്നു കൂടുതലായും തന്നെ ഇഡി അന്വേഷിക്കുന്നതും ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശദമായൊരു ചോദ്യാവലി തന്നെയാണ് വീണ വിജയനെ ഇഡിയിൽ കാത്തിരിക്കുന്നത്. ഈ മാസപ്പടി കേസ് രൂപീകൃതമായ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ വന്നിരുന്നൊരു ചോദ്യം, വീണ വിജയൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഏതായാലും ആ ഒരു രീതിയിലേക്കെല്ലാം തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. 11-ാം തീയതി ചോദ്യം ചെയ്യുമ്പോൾ സമഗ്രമായ തയ്യാറെടുപ്പുകളോടു കൂടിയാണ് ഇഡി ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. വീണ വിജയൻ മാത്രമല്ല, CMRL ഉദ്യോഗസ്ഥരടക്കം ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആളുകളെ അവിടേക്ക് വിവിധ ദിവസങ്ങളിലായിട്ട് ഹാജരാകാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കേസിൻ്റെ നാൾവഴികളിൽ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ ഈ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീണയ്ക്കെതിരായ ഇഡി കേസിൽ അന്വേഷണം എങ്ങനെ നടക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് എങ്ങനെ പറയാനാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ചോദിച്ചു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് CPM ഇപ്പോൾ പറയുന്നു. അതുതന്നെയാണ് താനും പറഞ്ഞത്. സമൻസ് അയച്ചപ്പോൾ ഇഷ്ടിക കയ്യിലെടുത്തില്ലല്ലോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഞാൻ എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കോടതിയിൽ അവർ പോയി, ഹൈക്കോടതിയിൽ ഇത് അന്വേഷണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. കോടതി ആ പെറ്റീഷൻ റിജക്ട് ചെയ്തു. എന്നിട്ട് അന്വേഷണം തുടരാൻ പറഞ്ഞു. ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും പോയി. ഡിവിഷൻ ബെഞ്ചും ആ പെറ്റീഷൻ റിജക്ട് ചെയ്തു. വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു. എന്നിട്ട് ED എങ്ങനെ അന്വേഷിക്കണം, ED റെയ്ഡ് നടത്താമോ, ED ചോദ്യം ചെയ്യാമോ, സമൻസ് അയക്കാമോ എന്നൊക്കെ പറയാൻ കേരള ഗവൺമെന്റിന് എന്ത് ജൂറിസ്ഡിക്ഷനാണുള്ളത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ അഭിപ്രായമല്ലേ ഇപ്പോൾ ഈ സമൻസ് അയച്ചതിനെ കുറിച്ച് CPM പറഞ്ഞേക്കണത്? CPM പറഞ്ഞ എന്താ അഭിപ്രായം? നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ CPM നേതാക്കൾ ഇപ്പോഴും പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഇപ്പോഴത്തെ CPM നേതാക്കളുടെ പ്രതികരണം. അത് തന്നെയല്ലേ ഞാനന്ന് പറഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ രണ്ടാമത് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് രാഷ്ട്രീയമായ കേസാണെങ്കിൽ CPMന് രാഷ്ട്രീയമായി അതിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ED റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ EDയുടെ വണ്ടി തല്ലി പൊളിക്കുക, അതിന്റെ അതിരിക്കുന്ന ആളുകളെ അടിച്ച് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്. അവിടെ പോലീസ് ഇടപെടും. അതൊന്നും നടക്കില്ല കേരളത്തിൽ. അതൊന്നും നടക്കില്ല. അതിലിടപെടും. നമ്മൾ 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ഇൻട്രോഗേറ്റ് ചെയ്തില്ലേ? അവരവിടെ പോയിരുന്നില്ലേ? മനസ്സിലായില്ലേ? കേസല്ലേ? ഇപ്പൊ CPM നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ.
ഇപ്പൊ ഇഷ്ടിക കയ്യിലെടുത്തില്ലല്ലോ. സമൻസ് അയച്ചപ്പോ ഇഷ്ടിക കയ്യിലെടുത്തോ? ഇഷ്ടിക കയ്യിലെടുത്തില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് അത് മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ അന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.